എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0യെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി സംസ്ഥാന ബാങ്കേഴ്സ് കമ്മിറ്റി കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രത്യേക ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ എറണാകുളം ജില്ലയിൽ നിന്നും മാത്രം 300-ലധികം സംരംഭകരാണ് പങ്കെടുത്തത്. ECLGS 5.0 വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇവയ്ക്ക് വേണ്ട യോഗ്യത, പ്രയോഗം, പ്രക്രിയ എന്നിവ ഗുണഭോക്താക്കൾക്ക് വിശദീകരിച്ചു. സംസ്ഥാന വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായിരിക്കുന്നത് മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസിന്റെ വളർച്ചയാണ്. കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് ഉണ്ടായ വളർച്ച മൂലം ഏകദേശം കണക്കുകൾ ഉദ്യമ രജിസ്ട്രേഷൻ വെച്ചുള്ള കണക്ക് നോക്കിയാലും ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടഭിപ്രായം പറയും. ഒന്ന്, തൊഴിലവസരങ്ങൾ അത്രത്തോളം ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യമുണ്ട്. സംസ്ഥാനത്ത് സൂക്ഷ്മ ഇടത്തര സംരംഭങ്ങൾ വളർച്ചയുടെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഗണ്യമായ വളർച്ച സംരംഭങ്ങൾക്ക് കൈവരിക്കാനായി. 12 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിൽ സംരംഭകർ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ മുഹമ്മദ് സജിദ് PK, MSME DFO അസിസ്റ്റന്റ് ഡയറക്ടർ ജോബിൻ ജോസ് എന്നിവർ പ്രത്യേക പ്രഭാഷണങ്ങൾ നടത്തി. AGM NCGTC ഏലിയാമ്മ സണ്ണി വീഡിയോ പ്രസന്റേഷനും നടത്തി. കാനറ ബാങ്കിന്റെ ജനറൽ മാനേജറും SLBC കേരള ഘടകത്തിന്റെ കൺവീനറുമായ സന്തോഷ് PS സ്വാഗതവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ മണിവണ്ണൻ വൈദ്യലിംഗം കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.